ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ സൂസി. ഇവള് ഏകദേശം ഞാൻ എടുത്തിട്ട് റെസ്ക്യൂ ചെയ്തിട്ട് തന്നെ 10 വർഷത്തിൽ കൂടുതലായി. ഇവളൊരു നാടൻ ലാബ് ക്രോസാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഞാൻ ചെയ്തതിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ചെയ്ത റെസ്ക്യൂവിനിടയ്ക്ക് എനിക്ക് ഏറ്റവും ചലഞ്ചും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ആയിരുന്നു ഇവളുടേത്. കാരണം ഞാൻ എൻ്റെ ഒരു ഡോഗിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്ന വഴിക്ക് തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ജംഗ്ഷനിൽ വെച്ചാണ് ഇവളെ കാണുന്നത്. ഇപ്പോൾ ഇവക്ക് ഒരു 10-20 കിലോ വെയിറ്റ് ഉണ്ട്. നല്ല ഹെവി സൈസാണ്. അന്ന് ഇവക്കൊരു 2 കിലോ ഉണ്ടോയെന്ന് സംശയം. കാരണം മേഘട്ടായി, അതായത് മുതുകിൻ്റെ 3/4 ഭാഗവും മേഘട്ടായി. ഒരു കിണർ കണക്ക് എനിക്ക് തോന്നുന്നു ഒരു 10,000 പുഴുവെങ്കിലും അതിനകത്തുണ്ടായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പുഴുവായിട്ട് മേഘട്ടായിട്ട് ഒരു ഡോഗിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവൾ ചാകാറായി കൂടിപ്പോയ ദിവസങ്ങൾ മാത്രം. അവളുടെ മൂക്കിൽ നിന്ന് കട്ടയ്ക്ക് മഞ്ഞ പഴുപ്പ് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. കണ്ണ് രണ്ടും പഴുപ്പ് മൂടി ഏകദേശം 3/4 അടഞ്ഞ അവസ്ഥയായിരുന്നു. ആ കണ്ണിൻ്റെ ചുറ്റിലും ഈച്ച മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം അവളെ കണ്ണ് പുഴുവാവും. പിന്നെ നാറ്റമെന്ന് പറഞ്ഞാൽ അസഹ്യ നാറ്റം, ഒരു മനുഷ്യ അടുക്കാത്ത നാറ്റം. ഫുഡും കിട്ടാതെ എല്ലും തോലുമായിട്ട്. എനിക്ക് അന്നൊന്നും ഞാൻ റെസ്ക്യൂ ചെയ്യുമെങ്കിലും അത്രത്തോളം എനിക്ക് അതിനുള്ള എക്സ്പെർട്ടും അല്ല, ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇവളെ കണ്ടിട്ട് എനിക്ക് ഉപേക്ഷിച്ച് വന്ന, കാരണം ഒരു ദിവസം പോലും കഴിഞ്ഞാൽ അവൾ പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് എന്തോ ഞാനിപ്പോഴും ആ ഓട്ടോ ഡ്രൈവറെ ഞാൻ ദൈവതുല്യം കാണുന്നു. കാരണം സാധാരണ ഓട്ടോക്കാരന്മാരാണെങ്കിൽ എന്നെ നിരുത്സാഹപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഓട്ടോ കയറ്റാൻ സമ്മതിക്കില്ല. പക്ഷേ ഞാൻ ഇവളെ പിറകെ പോകുമ്പോൾ ഇവൾ ഓടുമായിരുന്നു. ആ ഓട്ടോക്കാരൻ അതിനൊപ്പം എൻ്റെ പിറകെ ഓട്ടവുമായിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അവളെ കൊണ്ടുപോകാനും അയാൾ ഒരു മടിയും കാണിച്ചില്ല. അങ്ങനെ ഞാനെന്ത് ഇവളെ പിടിക്കാനൊന്നും അന്ന് എനിക്ക് അത്ര ഒരു ഇതില്ല. എങ്ങനെ പട്ടിയെ പിടിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്ത സമയമാണ്. പക്ഷേ എന്തോ ദൈവം എനിക്ക് ശക്തി തന്നു എന്ന് പറയും. കുറേ ശ്രമിച്ചു. ഇവൾക്ക് ആരോഗ്യക്കുറവായതുകൊണ്ട് ഒരുപാട് ഓടാൻ പറ്റൂല. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നടന്ന് മാറിപ്പോവും. അങ്ങനെ കുറേ റോഡിൽ എന്നെ ഇട്ട് തലങ്ങും വിലങ്ങും. അത് നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ വണ്ടി ഇടിക്കാതെ നോക്കണം. ഇവൾ ഓടി, പക്ഷേ എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ ദൈവം തന്ന ബുദ്ധി എന്ന് തന്നെ പറയാം. എൻ്റെ ചുരിദാറിൻ്റെ ഷോള് ഞാനെടുത്ത് ഇവിടെ മുഖത്തൂടി അങ്ങ് ഇട്ടിട്ട് ആ കണ്ണ് മറഞ്ഞ സമയം കൊണ്ട് പുറം കഴുത്തി പിടിക്കാൻ പോലും പറ്റില്ല. കാരണം അവൾക്ക് വേദനിക്കും. കാരണം അവളുടെ മേഘട്ട് ഏകദേശം വാലിൻ്റെ ഭാഗം മുതൽ ഈ നടുവ് കഴുത്തിൻ്റെ തൊട്ട് താഴെ വരെ അത്രയും ഡെപ്തിലാണ്. അപ്പോൾ തന്നെ അവൾ കഴുത്ത് വേദന എടുക്കും. പക്ഷേ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. കഴുത്തി പിടിച്ച് അടി വയറിൽ കൂടെ വലത് കൈയിട്ട് തൂക്കിയെടുത്ത് ഓട്ടോയിൽ കൊണ്ട് കിടത്തി. അവൾ ചാടാനോ ഒന്നിനും ശ്രമിച്ചില്ല. പിന്നീട് അവളൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ ഓട്ടോയിൽ എൻ്റെ കൂടെ കിടന്നു. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് അവളെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് ഓസിട്ട് വെള്ളം അടിച്ച് ഈ പുഴുവൊക്കെ തെറിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് 10,000 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ പുഴു ഉണ്ടെങ്കിലേ ഉള്ളൂ. പിറ്റേ ദിവസം ഞങ്ങളവിടെ അന്ന് ഒരുപാട് പട്ടിയായതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രീറ്റ് ഡോഗ് വാച്ച് അസോസിയേഷനിലാണ് അവളെ ഏൽപ്പിച്ചത് സുഖമാക്കി തരാൻ. അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോൾ ആ പയ്യന്മാർ എന്നെ പറഞ്ഞു, ഈ പട്ടി രക്ഷപ്പെടില്ല, ഈ പട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞു പ്രതീക്ഷയുണ്ട്. കാരണം മുതുകത്തായതുകൊണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ, രക്ഷപ്പെടും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ. അങ്ങനെ അവളെ രക്ഷപ്പെട്ട് 3 മാസം ചികിത്സ